കേൾക്കാൻ എന്തിനാ നിന്ന് ദാവൂദ് ബില്ലാഹി മിന ശൈത്താൻ റജീം അതാ പറഞ്ഞത് നമുക്ക് ഓടിയേക്കണം, ഓടി രക്ഷപ്പെട്ടേക്കണം, കേൾക്കാൻ പോലും നിൽക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം, നീ കറക്റ്റ് ആ വിഷയത്തെക്കുറിച്ച് ഉറപ്പില്ലാതെ പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കൊരു ചരിത്രം കാണാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാത്രിയിൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് പാതിരാത്രി ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വരിക. പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരുത്തൻ തലയെ തുണിയിട്ടിട്ട് പതുങ്ങി പോവാ. പാതിരാത്രിയിൽ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, പടച്ചവനെ, ഈ നടത്ത അത്ര നല്ലതല്ലല്ലോ അല്ലാഹ്. ഉമർ രാജ്യം ഭരിക്കുമ്പോൾ ഒരുത്തൻ പതുങ്ങി പോവോ? ഇതാരാണെന്നൊന്ന് അറിയണമല്ലോ, ഇവനെ പിടിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ആരാണെന്ന് അറിയുന്നില്ല. നടന്നിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി. പടച്ചവനെ, അനുവാദം പോലും ചോദിച്ചിട്ടില്ല, വീടിനകത്തേക്ക് കയറാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആരെന്ന് നോക്കുമ്പോ പാതിരാത്രി ഒരു വീട്. നമ്മളാണെങ്കിൽ ചിന്തിക്കണം, നമ്മൾക്ക് വീടിനകത്ത് കയറേണ്ട, പരിസരത്തൂടെ പോയാൽ തന്നെ പിടിച്ച് തെങ്ങി കിട്ടുന്ന ആൾക്കാർ നമ്മളൊക്കെ. നിങ്ങൾ ചിന്തിക്ക്, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം പോലും ചോദിക്കാതെ കതക് തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോ ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അബൂ തൽഹ കണ്ടു. ആരെന്നറിയുമോ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തലയിൽ തുണിയിട്ടിട്ട് പാതിരാത്രിയുടെ വീട്ടിൽ കയറാ. ഇതിൽ കൂടുതൽ വല്ലതും വേണോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ആരാ പടച്ചവനെ? വീടിന്റെ വെളിയിൽ കാത്തു നിന്ന് കുറെ സമയം നിന്നു. ആരെയും വിളിച്ചു കൂട്ടിയില്ല, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയില്ല. വീടിന്റെ പുറത്തു നിന്നു. ഒരുപാട് നേരം നിന്നിട്ടും ഇറങ്ങി വരാതെ കണ്ടപ്പോ ഒരടയാളം വെച്ച് വീട് മനസ്സിലാക്കാൻ വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാന സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിൽ പോകുമ്പോ നിൽക്കണ ഇമാമത്ത് നിൽക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പുറകെ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല. പടച്ചവനെ, ഈ മനുഷ്യനാണ് ഇന്നലെ രാത്രി ഒരു വീട്ടിനകത്ത് കയറിപ്പോയത്. ഈ ഇമാമ നിൽക്കുന്ന മനുഷ്യനാണ് ഇന്നലെ രാത്രി പതുങ്ങി ഒരു വീട്ടിൽ കയറിപ്പോയത്. എങ്ങനെ നിസ്കരിക്കാനാ? ചോദിക്കാൻ പറ്റൂലല്ലോ. അമീർ മുഅ്മിനീനല്ലേ. നമസ്കാരം കഴിഞ്ഞു, ഇറങ്ങി നടക്കാൻ തുടങ്ങി. അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് സലാം പറഞ്ഞു. അകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണാ. തിരിച്ചു ഓടിയില്ല, അവിടെ തന്നെ നിന്നു. വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി, എന്നിട്ടും പോയില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അകത്ത് കടന്ന് എന്നിട്ട് ചോദിച്ചു. ചെന്ന് നോക്കുമ്പോ ഒരു പ്രായമുള്ള ഉമ്മ കിടന്ന കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടൊരു ഉമ്മ. പടച്ചവനെ, അവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉമ്മ? ആരാ ഉമ്മ ഇന്നലെ രാത്രി വന്നത്? മോനെ, ഒരാൾ എന്നും രാത്രി എൻ്റെ അടുക്ക വരും, എന്നെ കുളിപ്പിക്കും, എൻ്റെ കാഷ്ടം വാരും, എൻ്റെ മൂത്രം കഴുകും, എന്നെ കുളിപ്പിച്ച് എൻ്റെ വസ്ത്രവും ശരിയാക്കി ഭക്ഷണമുണ്ടാക്കി. എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മനുഷ്യൻ തന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരി തരാറുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആരാ ഉമ്മ, നിങ്ങൾക്കറിയോ? ഇല്ല മോനെ. എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഉമ്മ, അതാണ് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഓടി ചെന്നിട്ട് കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു. തങ്ങളെ പുറത്തുതാ, തങ്ങളെ, ഞാൻ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റുള്ളവന്റെ ഇറച്ചി തിന്നുന്ന ശവന്തിന് ഉറുമ്പുകളുണ്ടല്ലോ, അങ്ങനെ ചിലതുണ്ട്. ശവന്തിന്റെ ഉറുമ്പുകൾ. നമ്മൾ വിചാരിക്കണത് ഇത് നിസ്സാരമായി തെറ്റാണെന്ന, ഇത് നിസ്സാരമാണെന്ന നമ്മളിൽ പലരും കരുതുന്നത്. എങ്കിൽ അത് നിസ്സാര തെറ്റല്ല. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, 4 പേര് കൂടുന്ന സമയത്ത് അതാ പരിസരത്തെ അയൽവാസികളായ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് പലതും ചർച്ച ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. എങ്കിൽ എന്റെ പെങ്ങളെ, നിസ്സാര പാപമല്ല, അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവേ, ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു പറയുകയോ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറേ, എന്തിനാ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? എന്തു പറ്റി ഉമർ, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ.
പറയുകയോ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞു പോയതാ നബിയേ. ആരാ പറയുന്നത്? കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. അവൻ ആരാണെന്നറിയണമല്ലോ. ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമല്ലോ. വിളിച്ചുകൊണ്ട് വരാ പറയുകയോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ പ്രവാചകൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ കരയുന്നത്? എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് 6 അടി മണ്ണിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞിട്ട് ഖബറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. എന്തിനു വേണ്ടി എന്നറിയുമോ? ഖബറ് തിരിച്ചറിയാൻ ഒരടയാളം വെക്കുകയോ. ഖബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പാതിരാത്രി തന്റെ നാട്ടുകാരെ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് പച്ചമണ്ണുകൾ വെട്ടിമാറ്റുകയോ, പലകയെടുത്ത് മാറ്റുകയോ, ഖബറിനകത്തേക്ക് ഇറങ്ങുകയോ. യാ റസൂലല്ലാഹ്, ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ഓരോന്നായി അടിച്ചെടുക്കും നബിയേ. കഫൻ തുണി മോട്ടിക്കുന്ന കള്ളനാ നബിയേ. കഫൻ തുണികൾ അടിച്ചെടുത്തിട്ട് ഖബറിന്റെ മുകളിൽ കയറി പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് പടച്ചവനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകള് നഗ്നരാ നബിയേ, നഗ്നരാ നബിയേ. ഞാൻ കള്ളനാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കരയണ്ടടാ, പടച്ചിറപ്പ് നിനക്ക് പുറത്തു തരും. പക്ഷേ ചെറുപ്പക്കാരെ പിന്നെയും ഇരുന്ന് കരയുകയോ. തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിൽ കിടന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ കരയുന്നത്? എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ പോലെ ഒരു പാവി ഭൂമുഖത്തിൽ നബിയേ. എന്നെ പോലെ ഒരു പാപം ചെയ്തവനില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, പൊന്നുമോര്, എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്ത് പാപമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടില് സാലികത്തായ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. അവരുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കുകയോ. അടയാളം വെച്ച് പിരിഞ്ഞു വന്നു. പാതിരാത്രി രണ്ടാമത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റി പലകയെടുത്ത് മാറ്റി ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ അടിച്ചെടുക്കുകയോ. എന്നിട്ട് കബറിന് മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഈ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ. അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്തെ കൂടുകയാണ്. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് ഓടിച്ചെന്ന് മണ്ണുകൾ വെട്ടിമാറ്റിയിട്ട് ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് മആദല്ലാഹ്, ആ
ആ പെണ്ണിന്റെ മയ്യത്തിനെ ഞാൻ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ച് യാ റസൂലല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂല് തളർന്നു പോയി, കണ്ണ് നിറയുകയാണ്, കൈകാലുകളിലിരുന്ന് വിറയ്ക്കുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കുകയോ. കാരണം എത്ര വലിയ പാപമോ. മരിച്ച് കബറടക്കിയ പാതിരാത്രി കബറുമാതി ആ കബറിനകത്ത് കിടന്ന് പെണ്ണിനെ വ്യഭിചരിച്ച മനുഷ്യരോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് ഈ ചെറുപ്പക്കാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹല്ലീ മിനത് തൗബ. അല്ലാഹു എനിക്ക് പുറത്തു തരുവോ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ, ചെറുപ്പക്കാരാ കരയടോ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് ചെയ്തു പോയത് മുഴുവനും പടച്ചറപ്പിലൂടെ ഏറ്റു പറയടോ. അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇവനെ പുറത്തു കൊടുക്കുവോ നബിയേ? ഇവൻ എത്ര വലിയ പാപിയാ നബിയേ, ഇവൻ എത്ര വലിയ പാപിയാ നബിയേ. മയ്യത്തിന് പോലും വെറുതെ വിടാത്തവനാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവൻ അല്ലാഹു പുറത്തു കൊടുക്കും, പക്ഷേ ഒരുത്തനെ പുറത്തു കൊടുക്കൂല. ഈ നാട്ടിലെ ഏറ്റവും വലിയ പാപി കള്ളുകുടികനല്ല, വ്യഭിചാരിയല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവരല്ല, കാഫിരികളല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ പാപിയാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പറയുന്നു, ഉമറേ, ആര് റബ്ബിനോട് ദുആ ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കും. കള്ളു കുടിച്ചവൻ അല്ലാഹുവോട് തൗബ ചെയ്താ റബ്ബ് പുറത്തു കൊടുക്കും. വ്യഭിചരിച്ചവന് പലിശ തിന്നവൻ, വൃത്തികേടുകൾ ചെയ്തവൻ അല്ലാഹുവോട് ദുആ ചെയ്താ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ മറ്റൊരുത്തന്റെ പച്ചയിറച്ചി തിന്ന വാപ്പാ, നീ ദുആ ചെയ്തിട്ട് കാര്യമില്ല, കഅബയിൽ പോയിട്ട് കാര്യമില്ല, പള്ളി കെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല, പാവങ്ങളെ സഹായിച്ചിട്ട് കാര്യമില്ല. ആരെക്കുറിച്ചാണോ പറഞ്ഞത്? അവന്റെ കാല് പിടിച്ച് പൊരുത്തം വാങ്ങാതെ നിനക്ക് സ്വർഗമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെക്കുറിച്ച് പറഞ്ഞു? ആ മനുഷ്യന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്ക്. ആ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത് അത്ര നിസ്സാരമൊന്നും അല്ല, ഇത് മാറ്റേണ്ടത് നല്ലതാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ അധികം പേർക്കുണ്ട്. ചെയ്ത തെറ്റാകട്ടെ, ചിലർ ചോദിക്കാറുണ്ട്, ഓൻ ചെയ്തതല്ലേ പറഞ്ഞു, അവൻ ചെയ്തതല്ലേ പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, അതും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്തിപ്പോൾ ഉദാഹരണം, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ഒരു തെറ്റ് ചെയ്തു, ഞാനൊരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കാം. നിങ്ങളെല്ലാവരും ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ, തൗബ ചെയ്തു മടങ്ങി. ഒരു വർഷം കഴിഞ്ഞിട്ട്, ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ നോക്കിയിട്ട് ആരെങ്കിലും കളിയാക്കിയ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ആരെങ്കിലും ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു മനുഷ്യൻ, ഒരുത്തനെ പാതിരാത്രി തെങ്ങിക്കെട്ടിയിട്ട് ഇടിച്ചിട്ടുണ്ട്, വല്ല പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോഷണ കേസിൽ പിടിച്ചിട്ടുണ്ട്, അവൻ നന്നായി പള്ളി കയറി നിസ്കാരം തുടങ്ങി അള്ളാനെ പേടിച്ച് നടക്കുക. പിന്നെയും അവനെ കാണുമ്പോൾ ആരെങ്കിലും കള്ളാ കള്ളാ എന്ന് വിളിച്ച് കളിയാക്കിയ, മോനെ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാട്ടുകാരിതുപോലെ പിടിച്ചിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്നെയും പിടിച്ച് തെങ്ങിലല്ലടാ നടുറോടിയിട്ട് ഇടിക്കുക ആൾക്കാർ. ചെയ്ത തെറ്റാണെങ്കിലും പറഞ്ഞവനെ കളിയാക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിന്റെ രണ്ടാമത്തെ അവകാശി തന്റെ നാവിനെ സൂക്ഷിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 വാക്ക് പറഞ്ഞ പാലിക്കണം. ആദം നബി ഒരു വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ ഇറക്കി വിട്ടത്. നമ്മുടെ വാപ്പായും ഉമ്മായും ഒരേ ഒരു വാക്ക് അല്ലാഹ് പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമാ വലാ തഖറബാ ഹാദിഹി ഷജറ. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ ഭാര്യയും ഭർത്താവിനോട്. ആ കാണുന്ന മരം മാത്രം നോക്കിക്കോ, പോയക്കല്ലേ. രണ്ടുപേരും കൂടെ പോയി, ഊടുതുണി പോലും കൊടുക്കാതെ റബ്ബ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ 11 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം 11 കറക്റ്റ് 2 കാര്യവും പറഞ്ഞു. എന്ത് വേണം? പറയണോ നിർത്തണം? ഉസ്താദേ, ഒരു 12 മണി വരെ പോട്ടെ എന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവപ്പിക്കും.
ഒന്ന് പൊക്കിക്കേ. ആ, ഒരു പാവപ്പെട്ട കൊച്ചിനെ കെട്ടിക്കണം. ഞാൻ സ്വർണം ചോദിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം, പൈസ ചോദിക്കും അപ്പോഴിതുപോലെ ഒന്ന് പൊക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പേടിക്കണ്ട, അള്ളാഹു ആമീൻ പറഞ്ഞല്ലോ, തന്നെ വലുത്. നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ. അൽഹംദുലില്ലാ, ചില മഹാന്മാര് പൊക്കുന്നുമില്ല, ഓന് ബർക്കത്ത് എന്താണെന്ന് അറിയത്തില്ല, അതാ വെക്കാത്ത. മനുഷ്യ എല്ലാം ഉണ്ട്, ബർക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാവാപ്പ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇപ്പൊ ഉളുഹിയുടെ കാലമല്ല, നേരെ ഇരി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ ഭവനത്തിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെ വളർത്തിയ പരമനുഷ്യന്മാരെ? ആട്. ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. എടാ, ഒതുക്കി ഇറക്കാനല്ലേ. വീട്ടിൽ ആടിനെ വളർത്തുക. എല്ലാവരുടെ വീട്ടിലും TV ഉണ്ടോ? കൈ വെക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. അള്ളാന്റെ റസൂല് പറഞ്ഞ ആരുടെ വീട്ടിൽ ആടിനെ വളർത്ത്. ആട് ബർക്കത്തുള്ള ജീവിയാ മനുഷ്യ. ആരാ പറഞ്ഞല്ലെന്ന്? ആടിനെ നിരോധിച്ചില്ലല്ലോ, പശുവിനെ കാളയൊക്കെ അല്ലേ നിരോധിച്ചേ? ആടിനെ ആരും നിരോധിച്ചില്ല, എങ്ങനെ നിരോധിക്കാനാ? ആട് ബർക്കത്തുള്ള ജീവിയാ. എത്ര കാലം മുതൽ മട്ടൻ തിന്നുന്നു ഇല്ലേ? ഈ കരുനാഗപ്പള്ളി മാർക്കറ്റിൽ നോക്കിയ ചാവാലിപ്പട്ടി പ്രസവിച്ച 5 എണ്ണോ 6 എണ്ണോ ഒറ്റ പ്രസവത്തിൽ. എത്ര എണ്ണത്തിന് ഒരുമിച്ച് പ്രസവിക്കുന്നു? ആട് 1 2 പ്രസവിക്കാറുള്ളൂ. പക്ഷേ ഈ പെറ്റ് കൂട്ടുന്ന ഈ പട്ടികളെ ഒന്നും നമ്മൾ കാണാറില്ലല്ലോ. എവിടെയെങ്കിലും കടന്ന് ചത്തങ്ങ് പോതൊക്കെ. എന്നാ ആട് ഓർമ്മ വെച്ച കാലം മുതൽ തിന്നുന്നുണ്ട്. എവിടുന്ന് വരുന്ന ഈ സാധനമൊക്കെ? അള്ളാഹു ബർക്കത്ത് ചെയ്ത ജീവിയ. ആട് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ? കോഴിയെ തിന്നാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ കോഴിയെ വളർത്താൻ ഭാര്യ പറയുന്നതിന് മറുപടി ലക്ഷങ്ങൾ കൊടുത്തിട്ടിരിക്കണം വീട്ടിൽ കോഴിക്ക് കാശിക്കാൻ, വേറെ പണി നോക്കാൻ അല്ലേ? കോഴിയെ വളർത്തൂല വീട്ടില്. എന്റെ പ്രിയമുള്ളവരെ, കോഴി നല്ലൊരു ജീവിയാ. കോഴി നല്ലൊരു ജീവി, അതിനെ വളർത്തണം. കണ്ണീർ വലിക്കൂല എന്ന് അയൽവാസിയൊക്കെ ഇരുന്നിട്ട് കണ്ണീർ എന്ന് പറഞ്ഞാൽ 1.5 ഏറെ കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റിപ്പോകും. ഇപ്പൊ വീടിന്റെ മുന്നിൽ നല്ല ഒരു വഴക്കൊല നിൽക്കുക, 1.5 കൊല ഇങ്ങനെ നിൽക്കുക. അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ നടന്നു പോണത്. ഈ വാഴക്കൊല കണ്ടിട്ട് പറയാ, എന്റെ പൊന്നാര ആമിന എന്ത് വാടി ഇത്, ഒരൊറ്റ പറച്ചല, എന്റെ റബ്ബേ, നിന്ന നിപ്പിന് കരിഞ്ഞു പോകും. അങ്ങനത്തെയാ നിന്ന നിപ്പ്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വലിയ പെരുന്നാളിന് ഞാനാണെങ്കിൽ എൻ്റെ പള്ളിയിൽ, ചങ്ങനാശ്ശേരി പള്ളിയിലേക്ക് ഒരു പോത്ത് ഉദുഹി ഇറക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോയപ്പോ ഒരു ക്രിസ്തുമത വിശ്വാസി ഒരു അച്ചായന്റെ അടുക്കലാ പോയത്. നിങ്ങൾ പഠിക്കണം, നമ്മുടെ സമുദായത്തെ കുറിച്ച് പഠിക്കണം. ഈ അച്ചായന്റെ വീട്ടിൽ പോയപ്പോ ഒരു നല്ല കാട്ടിൽ നിൽക്കണ പോലത്തെ ഒരു പോത്ത്, തലയിൽ വെളുപ്പ്, 4 കാലിൽ ഷൂ ഇട്ടതുപോലെ മനോഹരമായ വാലും വെളുപ്പ. അപ്പൊ അതിനെ ഉളുഹിയായിക്ക് പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വാലെന്ത് ചെയ്ത്, പാലിന്റെ തൊലി ഉരിഞ്ഞുപോയി, അങ്ങനെ ഇരിക്കുക. അപ്പൊ ഉളുഹിയായിക്ക് പറ്റൂല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ 2 ദിവസം മുമ്പ് ഒരുത്തം വന്നു. അവൻ വന്നിട്ട് ഇതിന് വില പറഞ്ഞു. അപ്പൊ വില പറഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ വില യോജിച്ചില്ല. ആ സമയത്ത് ഇവൻ പറഞ്ഞു, ആ വാലിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മനോഹരമായി, എന്ത് നല്ല വാലെന്ന് ഒരൊറ്റ പറച്ചില് പറഞ്ഞിട്ട് പോയി. പടച്ചവനെ ഉച്ച കഴിഞ്ഞപ്പോ കാക്ക വന്നിരുന്ന് കൊത്താൻ തുടങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് കാക്ക മൊത്തം തിന്നങ്ങ് തീർത്ത് വാലങ്ങ് പോയി കിട്ടി. ഒറ്റ പറച്ചേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ ഇതിങ്ങനെ പറയാ. ഞാനപ്പോ ഇങ്ങനെ ചിന്തിച്ചു, എന്നിട്ട് നമ്മുടെ സമുദായത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, പിറ്റേ ദിവസം വാല് പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ഈ ഉളുഹിയായിക്കൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞു, അച്ചായ പേടിക്കണ്ട, ഞാൻ പോത്തിനെ അറുത്തിട്ട് ഒരു വാല് മുറിയാതെ എടുത്തോണ്ട് വരാം, ഇതിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി, ആരും അറിയത്തില്ല, കൊടുത്തേക്കാന്ന്. ആ അച്ചായൻ പറയാ, അടിച്ചില്ലെന്നേ ഉള്ളു അവനെ, ആ മനുഷ്യനെ അടിച്ചില്ലെന്നേ ഉള്ളു. അപ്പോഴേ നമ്മുടെ സമുദായത്തിന്റെ ചിന്ത അങ്ങനെ ഉരുട്ടുപുത്തിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ കോഴിയെ വളർത്ത്, കണ്ണേറ് ബലിക്കൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 3-ാമത്തെ കാര്യം പെണ്ണുങ്ങളോടാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയിന റസൂലുള്ളാഹി.
അങ്ങനെ ഒരു വസ്തു നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ രാജാക്കന്മാരാണ്. വീട്ടിൽ പോയിട്ട് നോക്ക്, ആട്ടുകല്ലെന്ന്. ഇന്നത്തെ ചെറിയ കുട്ടിക്ക് ആ സാധനം എന്താണെന്ന് അറിയില്ല. ഉമ്മാനോട് ചോദിക്കുക എന്താ അമ്മ. ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുങ്ങൾ പറയും പിന്നെ നിങ്ങൾക്ക് വലുത് പറഞ്ഞാൽ മതി, അതൊക്കെ ആട്ടിന പാട് ഞങ്ങൾക്കെല്ലാം അറിയുന്നു. ഓക്ക് തിന്നുന്നതും പാട് തന്നെയാണ്, പെണ്ണുങ്ങൾക്ക് എല്ലാം പാട് തന്നെയാണ്. എൻ്റെ പ്രിയമുള്ളവർ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കാൻ പാടില്ല, വന്ന വഴി മറന്നു പോകരുത്. ആട്ടുകല്ല് ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഇത് ആരോടാ പറയേണ്ടത്? കരണ്ടി ചോറ് വെക്കുന്ന കാലമാണ്, കരണ്ടിലായപ്പോൾ ചോറ് വെക്കണത്. അപ്പൊ അങ്ങനെയുള്ള കാലത്താ ചട്ടിയും കലവൊക്കെ പറയുന്നത്. അതുകൊണ്ട് ബർക്കത്ത് വേണോ? രാവിലെ കരുനാഗപ്പള്ളി ചന്തയിലേക്ക് പോകുക, ഈ പറയുന്ന സാധനമൊക്കെ വീട്ടിൽ കയറ്റി അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു പിരിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന് മൂന്നാമതായി പറഞ്ഞു തരികയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുന്നവനുണ്ടല്ലോ, അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നന്മ ഉപദേശിക്കുക, തിന്മ കണ്ടാ തിരുത്തുക, അവൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ഉപദേശിക്കണം, തെറ്റ് കണ്ട. പടച്ചവനെ, ചില ആൾക്കാർ തെറ്റ് ചെയ്യും. ഉപദേശിക്കാൻ എല്ലാവർക്കും 1000 നാവാ. ഉപദേശം അതൊരു വല്ലാത്തതാ. ചിലർക്ക് ഉപദേശം അവന്റെ ജീവിതത്തിലുണ്ടോ അതൊന്നും ആരും നോക്കാറില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വാപ്പ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാം. നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, വാപ്പ കട്ടൻ വീടിയും വലിച്ചുകൊണ്ട് വീടിന്റെ മുന്നിൽ ഇരിക്കാം. ബാങ്ക് വിളിക്കുമ്പോ മകനെ വിളിച്ച് പറയും, മോനെ ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോടാം. ഈ വാപ്പായ്ക്ക് ഒരു ഗുരുവും ഇല്ല, ഒരു അസുഖവും ഇല്ല, ഇരിക്കുക. സത്യത്തിൽ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ കുളിച്ചൊരുങ്ങി മുന്നിൽ പോണം, മകനെ പുറകെ കൊണ്ടുപോകണം. ഇതാണ് മര്യാദ. എന്നാ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പറയും നീ പള്ളിയിൽ പോടാം. ഉമ്മ മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുക, സീരിയൽ കണ്ടോണ്ടിരിക്കുക. അപ്പോഴാ ബാങ്ക് വിളിക്കുന്നത്. ഉടനെ മോളെ വിളിച്ചിട്ട് പറയും, സ്വലാത്ത് പറ, യാസീൻ ഓത്, നിസ്കരിക്ക്. ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക, പെറ്റ് കിടക്കാൻ ഞാനിവിടെ. എന്ത് ന്യായോ മനുഷ്യന്മാര്, ഇതെന്ത് ന്യായമാ? ഞാൻ ചോദിക്കട്ടെ, ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ ഒരു പയ്യനെയും കൊണ്ടുവന്നു. ഒരു ചെറിയ മകന്റെ കയ്യിൽ പിടിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ട് ഇവൻ അനുസരിക്കുന്നില്ല, നിങ്ങളൊന്ന് പറ നബിയെ, എന്റെ മോൻ അനുസരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മോനെ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഉമ്മ മകനെയും കൊണ്ട് പിരിഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി വരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പയ്യനെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെടാ, മധുരം അധികമായിട്ട് തിന്നരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞൂടെ? ഇത് പറയാനാണ് നബിയെ ഒരാഴ്ച എടുത്തത്, അന്നേ പറഞ്ഞുകൂടായിരുന്നു? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഉമ്മാ, മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ നന്നാവ്, എന്നിട്ട് മക്കളെ നന്നാക്കാൻ നിൽക്കുക. ആദ്യം നീ വാപ്പയായിട്ട് നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയായി നീ മാറ്. ഉമ്മ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയായി മാറ്, എങ്കിലും നിന്റെ മക്കൾ നന്നാകും. അല്ലാതെ നിന്നെ കണ്ടുപഠിച്ച മക്കൾ കണ്ടവന്റെ കൂടെ ഓടുമ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവന്റെയെങ്കിലും കൂടെ ഇറങ്ങി പോകുമ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, മക്കളെ തല്ലുന്നതിന് വേണ്ടി വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ തല്ലുന്നതിന് വേണ്ടി, മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വീട്ടിലൊരു വടിയുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വാപ്പ തരേണ്ട സമയത്ത് തന്നതുകൊണ്ടൊക്കെ നമ്മൾ നന്നായി. ഇന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങുകയാ പല വാപ്പമാരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടില്ലേ, തലശ്ശേരിയിൽ ഒരു പ്രിയപ്പെട്ട പെണ്ണ് അള്ളാഹുവെ പടച്ചവനെ ഇറങ്ങി പോകുമ്പോ ഒരാള് കടന്നിട്ട് വിളിക്കാ, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ഈ വിളി എത്ര അന്ന് വിളിക്കുന്നതിന് മുമ്പ് കണ്ടു വിളിച്ചാൽ മതിയായിരുന്നു. മോളെ റാഹില പോകല്ലേ എന്ന് കിടന്ന് യാചിക്കുന്ന ഒരു കാഴ്ച. എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത് ഖുർആനിലെ ഒരു വാക്കാ.
അതിങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ പടരുന്നൊരു വീഡിയോ. മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്നു. ഇപ്പൊ നമ്മുടെ പെമ്മക്കളൊക്കെ വിചാരിക്കണത് പ്രേമിക്കുന്നവൻ പറഞ്ഞു കൊടുക്കും. എന്തേ പറഞ്ഞു കൊടുക്കണത്? അതെ, ഒരെണ്ണം വയറ്റത്തും തോളത്തും വെച്ചോണ്ട് പോയാൽ നിന്റെ വീട്ടുകാരങ്ങ് കയറ്റുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മക്കളുമായിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ നിന്റെ വാപ്പ കയറ്റും. നമ്മുടെ മക്കൾക്കറിയാം ഭയങ്കര സ്നേഹമായതുകൊണ്ട് കയറ്റുമെന്ന്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് കേട്ടോ, മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തി നല്ല നിലയിലാക്കിയിട്ട് തലതിരിഞ്ഞു പോയാ പിന്നെ ഇതുങ്ങളെ ഒന്നും നോക്കരുത്. ആ മനുഷ്യൻ കിടന്ന് മോളെ റാഹില പോകല്ലേ എന്ന് വിളിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവാ. പടച്ചവനെ 950 വർഷം ദഅവത്ത് നടത്തിയിട്ട് 73 പേരാ മുസ്ലിമായ. സ്വന്തം പെണ്ണുപിള്ള പോലും മുസ്ലിമായില്ല. സങ്കടം കാരണം അള്ളാഹിനോട് പറഞ്ഞു, ഇവന്മാരൊന്നും വെച്ചേക്കല്ലേ പടച്ചവനെ. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ എല്ലാവരും മുങ്ങിച്ചാകുകയാണ്. തന്റെ പൊന്നുമോന് കണ്ണിന്റെ മുന്നിൽ കടന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോ ആ വാപ്പ വിളിച്ച വിളിയാ യാ ബുനയ്യ, ഏ പൊന്നുമോനെ. ആ വാപ്പ വിളിച്ച വാക്ക് യാ ബുനയ്യ, ഏ പൊന്നുമോനെ. ഇറുക്കബു മാന, ഒന്ന് കേറടാ. ഈ മനുഷ്യൻ വിളിച്ചു, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ആ വാപ്പ പറഞ്ഞു യാ ബുനയ്യ ഇറുക്കബു മാന, മോനെ രക്ഷപ്പെടില്ലടാ, വാപ്പാടെ കൂടെ കയറി. ഇല്ല വാപ്പ, അതുകൊണ്ട് ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. അവസാനം പൊന്നുമോൻ വെള്ളത്തിനകത്ത് ചത്തു മലന്ന് കിടന്നപ്പോ ആ വാപ്പ കരഞ്ഞു. സ്വന്തം മോള് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ വാപ്പയും ഉമ്മയിരുന്നും കരയ്യ. ആ കരയുന്ന വാപ്പയോട് ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വന്തം മോന് കാഫിറായിട്ട് ചത്തു കിടന്നപ്പോ കരഞ്ഞ നൂഹ് നബിയോട് ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുത്തു, നബിയെ വലൈസ മിൻ അഹ്ലി, കരയല്ലേ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല നബിയെ, ഇവൻ അങ്ങയുടെ കുടുംബത്തിൽ പിറന്നവനല്ല, കരയല്ലേ എന്ന് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയത് പോയി വാപ്പ, ഛർദ്ദിച്ചത് വാരി തിന്നരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നന്മ ഉപദേശിക്ക്, തെറ്റ് കണ്ടാ തിരുത്തണം. തെറ്റ് കണ്ടാ തിരുത്തണം. തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കാത്തവന് വല്ലാത്ത അദാബ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കാണുമ്പോ ഓൻ എന്തെങ്കിലും ചെയ്യട്ടെ, മിണ്ടാതെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അതെത്ര വലിയ പാപമാണെന്നറിയോ? അതെത്ര വലിയ പാപമാണെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു. എന്റെ ചരിത്രം? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചേക്കാൻ, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. നശിപ്പിക്കുന്നതിന് വേണ്ടി പോകുമ്പോ ഒരു പയ്യൻ ഇരുന്നിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കാം. ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഫാത്തിഹ ഓതുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഒരു പയ്യൻ ഇരുന്ന് ഖുർആൻ ഓതുന്നല്ല, ഒരു പയ്യൻ ഇരുന്ന് ഫാത്തിഹ ഓതുന്നല്ല, ബിസ്മി ഓതുന്നല്ല. അള്ളാഹു പറഞ്ഞു, അവൻ ആ ബിസ്മി ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു. എല്ലാരെയും വെറുതെ വിട്ടേരെ, നീ ഇങ്ങ് തിരിച്ചു വാ. തിരിച്ചു വിളിച്ചു. കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ പോയപ്പോ ഒരു ഉസ്താദ് ഇരുന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കാം. ഒരു ഉസ്താദ് ഇരുന്ന് ഇബാദത്ത് ചെയ്യാ. ഫാത്തിഹ ഓതിയപ്പോ അള്ളാഹ് വെറുതെ വിട്ടു. അപ്പൊ നിസ്കരിച്ച വെറുതെ വിടൂല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഒരു മനുഷ്യൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന പടച്ചവനെ എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, ആദ്യം അവനെ കാര്യവാരി അടി, പിന്നെ മറ്റുള്ളതിനെ അടിച്ചാൽ മതി. ആദ്യം അവനെ വാരി അടി, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. എന്തേ പടച്ചവനെ? അവന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് അവൻ തിരുത്തി കൊടുക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ച് നടക്കുന്നവനല്ല, വാപ്പയാണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവനാ യഥാർത്ഥ വിശ്വാസി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതേത് കിതാബിലുണ്ടെന്ന്. എങ്കിൽ ഖുർആൻ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു പ്രവാചകൻ പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്, അന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാ. എത്ര പറഞ്ഞിട്ടും അനുസരിക്കണില്ല. കുറെ മഹാന്മാര് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോയി. ഈ പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇവന്മാരെ നീ അള്ളാഹുവെ കൊരങ്ങന്മാരായിട്ട് കോലം മാറ്റിയേക്കണേ പടച്ചവനെ. ഇവനെയൊന്നും വെറുതെ വിടല്ലേ അല്ലാ. കൊരങ്ങന്മാരായിട്ട് ഇവന്മാരുടെ രൂപം മാറ്റണേ പടച്ചവനെ. ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് ഒരു വിഭാഗം ഉണ്ടായിരുന്നു, കരയിലിരുന്നവർ. കടലിൽ പോയവന്മാര് മുഴുവനും തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ശനിയാഴ്ച ദിവസം ഇബാദത്ത് ചെയ്തവരെ മഹാന്മാരിങ്ങനെ കാത്തു നിൽക്കുക. ഇപ്പം കാണാൻ അളിയന്മാർ ഇങ്ങോട്ട് കയറി വരുന്നത് കാണാൻ ഇങ്ങനെ കാത്തു നിന്നപ്പോ ഈ പ്രവാചകൻ ദുആ ചെയ്തു, പടച്ചവനെ, ആദ്യം ഈ കരയിൽ നിൽക്കുന്നവരെ ആക്കണേ പടച്ചവനെ. കാരണം ഇവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ
മുന്നിൽ തെറ്റ് കണ്ടു, അവര് പോയപ്പോൾ ഇവര് തിരുത്തി കൊടുക്കാത്തവരാ, അതുകൊണ്ട് ഇവരുടെ കോലം മാറ്റണേ എന്ന് ദുആ ചെയ്തു എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ല, എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ല. ആകെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരേ ഒരു കാര്യം. ആ ഒരൊറ്റ കാര്യം ഉപദേശിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ പിരിയുകയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തെങ്കിലും ഓതി വരുന്ന കൈപൊക്കി. ഇന്നത്തെ ദിവസം അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബിൽഡിങ്ങിനൊക്കെ നല്ല ഉറപ്പല്ലേടെ? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഇടിഞ്ഞു വീണ് കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ നിന്നെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിക്കേ. ഒരു ഇന്നാഴത്തേനെ ഓതാൻ സമയമില്ലാതെ പോയില്ലേ വാപ്പ? ഞാൻ കളിയാക്കിയതല്ല, നിങ്ങളോട് ചോദിക്കാം, ഇത് ഇത്തിരി ഓവറല്ലേ? നിങ്ങൾക്ക് തോന്നണില്ലേ? ഖുർആനിലെ ഒരു സൂറത്ത് പോലും ഓതാൻ പറ്റാത്ത തിരക്കായി പോയില്ലേ? അല്ലാഹു നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാം മാറും വാപ്പ. പള്ളിക്കുടി കൊണ്ട് കടത്തുമ്പോൾ എല്ലാം അങ്ങ് മാറും. എന്ത് ജീവിതമാ സഹോദരങ്ങളെ. പത്രം വായിക്കാൻ സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കാൻ സമയമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു നോക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി. അതും ഇന്ന് വെള്ളിയാഴ്ച രാവ്. സങ്കടമുണ്ട്. വെള്ളിയാഴ്ച രാവ് മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതേണ്ട ദിവസം, ഫാത്തിഹ ഓതി ദുആ ചെയ്യേണ്ട ദിവസം. അല്ലാഹു നമ്മുടെ മരണപ്പെട്ടവരുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പിരിയുകയാ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഒരേ ഒരു ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുവോളം എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതുമെന്ന് തീരുമാനിക്ക്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉസ്താദെ, ഒരു സൂറത്തൊക്കെ വലിയ പ്രയാസവാ. വേറെന്തെങ്കിലും ചെറുത് പറ. ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരേ ഒരായത്ത്, ആ ഒരായത്ത് ഓതിയാ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുതൽ ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവക്കുക. ഒരേ ഒരായത്ത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനകത്ത് ഇതിനും മനസ്സില്ലാത്തവന്മാരിപ്പുണ്ട്, അത് മനസ്സിലാക്കണ്ട. ഇതിനകത്ത് ഇനി ഇതുപോലും എടാ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുപോലും ഓതാൻ മനസ്സില്ലാത്തവന്മാരുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ടെന്ന് ഇബ്ലീസ് ഉണ്ടല്ലോ, അവനെക്കാളും വലിയൊരു ശൈത്താൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാന്നറിയോ? ശൈത്താനെക്കാളും വലിയ ശൈത്താൻ ആരാന്നറിയോ? അറിയില്ല? എന്റെ പ്രിയമുള്ളവരെ, ഹദീസിന്റെ കിതാബിൽ കാണാൻ നരകത്തിന്റെ മുന്നിൽ ഇരുന്ന് ശൈത്താൻ വാഴ്ന്നു നടത്തും, ഒരു പ്രസംഗം നടത്തിയിട്ട് എല്ലാവരോടും പറയും, അളിയന്മാരെ കേറിക്കോ, എല്ലാം കേറിക്കോ, നരകത്തിലോട്ട് കയറാൻ എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടാ. അങ്ങനെ ഇരിക്കുമ്പോ പടച്ചവനെ, നമ്മുടെ അബൂജഹൽ ഇങ്ങനെ കടന്നു വരികയാണ്. അബൂജഹലല്ല, ഫിർഔൻ പടച്ചവൻ ഇങ്ങനെ നടന്നു വരിക. ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ, ഈ സ്കൂളിൽ ടീച്ചർ വരുമ്പോ കുട്ടികളൊക്കെ എഴുന്നേക്കണത് പോലെ ശൈത്താൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമത്രേ. അപ്പൊ ഫിർഔൻ ചോദിക്കും, നീ എന്താടാ എന്നെ കണ്ടപ്പോ നീ എഴുന്നേറ്റത് എന്തേ? അപ്പൊ ശൈത്താൻ പറയാം, അല്ലാ നീ ആള് വേറെയാ, നീ എന്നെ ബഹുമാനിക്കണം. അപ്പൊ ശൈത്താനോട് ചോദിക്കടാ, എന്നെ ചതിച്ചത് നീയല്ലേ, എന്നെയും നശിപ്പിച്ചത് നീയല്ലേ, പിന്നെ എന്തേ ഞാൻ വന്നപ്പോ മാത്രം ഇത്ര പരിഗണന എന്തേ? ആ സമയത്ത് ശൈത്താൻ പറയും, നിന്നെയും നശിപ്പിച്ചത് ഞാനാ, ഈ കോടാനുകോടി നരകവാസികളെ നശിപ്പിച്ചത് ഞാൻ തന്നെയാ. പക്ഷേ ഇന്ന് വരെ ഞാൻ ആരോടും ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ലടാ. നീ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅല, നീ റബ്ബാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നെക്കാളും മഹാൻ നീയാ, നിന്നെ ബഹുമാനിക്കണം. അവന്റെ മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോത് അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഒരു ഇൻഷാ അല്ലാഹ് പറയാനുള്ള മനസ്സ് പോലും ഇല്ലാതെ പോയ അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹ് നിനക്ക് തരുവടാ ഒരു പ്രതിഫലം. അല്ലാഹ് തരും. നീ കാണിച്ച ഈ അഹങ്കാരത്തിന് അല്ലാഹ് നിനക്കൊരു പ്രതിഫലം തരും. എന്തേ പ്രതിഫലം എന്നറിയുമോ? ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാലും, ഈ ലോകത്ത് നീ
എവിടെ കിടന്ന് ചത്തുപോയാലും എത്ര വലിയ മഹാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ കാണിച്ച അഹങ്കാരത്തിന് അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം, ഈ ലോകത്ത് കിടന്ന് നീ എവിടെ കിടന്ന് മരിച്ചാലും ആര് നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും, സാക്ഷാൽ ഈസാ നബി അലൈഹിസ്സലാം ഇനി വരാനിരിക്കുന്ന പ്രവാചകനാ, ആ പ്രവാചകൻ നിനക്ക് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ല. ഒരായത്ത് ഞാൻ പഠിപ്പിക്കാം, ഇന്നു മുതൽ പഠിച്ചോ, ചാകുമ്പോ ഓതാനുള്ളതാണ്. ഒരേ ഒരായത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഓതാനുള്ള ഒരായത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഈ അഹങ്കാരം കാണിച്ച പ്രതികാരികൾ, അഹങ്കാരികൾ, അള്ളാഹുവിനെ മതിമറന്ന് നടക്കുന്ന മനുഷ്യൻ, അവൻ ചാകാൻ കിടക്കുമ്പോ മക്കളോ ഉസ്താദോ ബന്ധുക്കളോ അടുത്ത് വന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത തിരിച്ചു പറയുന്ന വാക്ക് വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അവന്റെ മരണമൊഴി ഞാനൊരു കാഫിറായിട്ടാണ് ചത്തുപോകുന്നതെന്ന് അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവൻ തന്നെ പറയും ഞാൻ ചാവുന്നത് ഒരു കാഫിറിനെ പോലെയാണെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരേ ഒരായത്ത്, സ്വർഗം കിട്ടുന്ന ആയത്ത് ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്, പ്രതിഫലം പറഞ്ഞു നിർത്താം. അല്ലാഹുവേ, ഈ പൊക്കൽ ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു, ഇത് ആദ്യം ചെയ്തുകൂടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത്, അതും സ്വർഗം കിട്ടുന്ന ആയത്താട് ഓതാമെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് ഇന്ന് മുതൽ ഓതും ഉസ്താദ്, എത്ര തിരക്കാണെങ്കിലും ഓതാതെ ഉറങ്ങില്ല ഉസ്താദ് എന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള വാപ്പാ, അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം കേൾക്കണോ? അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം കേൾക്കണോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അള്ളാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയോ, ഇന്നലെ വരെ കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു ഇയാളൊന്നും മരിക്കുന്നില്ലല്ലോ, ഇയാളൊന്നും മരിക്കുന്നില്ലല്ലോ, മൂത്രവും കാഷ്ടവും വാരി വാരി മടുത്തല്ലോ. അല്ലാ, സ്വന്തം മക്കള് ദുആ ചെയ്യുന്ന വാപ്പ മരിക്കോ, ഉമ്മ മരിക്കോ, പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറയുന്നു എന്റെ ഉപ്പയൊന്ന് മരിക്കാ ദുആ ചെയ്യൂ, എന്റെ ഉമ്മയൊന്ന് മരിക്കാ ദുആ ചെയ്യുവോ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്തൊരവസ്ഥയോ, എല്ലാവരും വെറുത്തു പോകുന്ന അവസ്ഥ. ആരോ വിളിച്ചു പറഞ്ഞ രോഗം കൂടി സക്കറാത്തിന്റെ അവസ്ഥയിലോ, എല്ലാവരും വാരിക്കെട്ടി വീട്ടിലേക്ക് വന്നു. ഇപ്പൊ മരിക്കും ഇപ്പൊ മരിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് രാവിലെയായിട്ടും മരിക്കാതെ വരുമ്പോ പടച്ചവനെ മരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയോ. പടച്ചവനെ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ വാപ്പാ, വല്ലാത്തൊരവസ്ഥയോ. ഇന്ന് മുതൽ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച ഉപ്പാ, ഇവിടെ കിട്ട് അള്ളാഹു നിന്നെ നരകിപ്പിക്കില്ല. അർദുലിൽ ഉംറെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, ആരെയും തിരിച്ചറിയാ കഴിയില്ല. വാപ്പയെ തിരിച്ചറിയുന്നില്ല, ഉമ്മയെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല. പടച്ചവനെ, അങ്ങനെയുള്ള ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നിന്നെ കാക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള യുവത്വവേ, മോനെ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് കബറടക്കിയവരോ, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് പള്ളിക്കകത്ത് കൊണ്ടുപോയി കബറടക്കിയവരല്ലോ, അല്ലാഹു അവന് നല്ല മരണം കൊടുത്തെന്ന് പറയുന്നവരുണ്ടല്ലോ. വാപ്പാ, പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? പെങ്ങളെ, പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? നിനക്കും നല്ല ഒരു മരണം വേണ്ടേ? നിനക്കും ഒരു നല്ല മരണം വേണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോ, ഉസ്താദേ എത്ര വലിയ തിരക്കാണെങ്കിലും പാതിരാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ഈ ആയത്തോതാതെ ഉറങ്ങില്ല ഉസ്താദ് എന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, സെൽഫിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരോ, സെൽഫിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എവിടെയെങ്കിലും നിന്നൊരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടെന്ന ചെറുപ്പക്കാരുണ്ട്. എനിക്ക് എത്ര പേരാ ലൈക്ക് തന്നത്? ഓരോ ദിവസവും എടുത്തിട്ട് നോക്കുന്നവരുണ്ട്. എങ്കിലും ചെറുപ്പക്കാരാ, ലൈക്ക് തണ്ടെന്നത് ആർക്ക് വേണ്ടിയാമൊരു ലൈക്ക് മേടിക്കണമടാ ചെറുപ്പക്കാരോ. അത് ജീവിച്ചിരിക്കുമ്പോഴല്ലോ, അത് ജീവിച്ചിരിക്കുമ്പോഴല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ കടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് 40 പേര് നിനക്ക് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.